ഹായ്. നമ്മുടെ ഐഷ നേഹ എന്ന പെൺകുട്ടിയുടെ റിയൽ നെയിമും ഇൻസ്റ്റാഗ്രാമിൽ അവൾ ഇട്ടിരിക്കുന്ന ഫോട്ടോയും ഇന്നലെ പാവപ്പെട്ട ഉമ്മ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന വളരെ ക്രിമിനൽ മൈൻഡുള്ള മസ്റൂറ ഫാത്തിമ ചാനൽ ഉടമയായ നജില ഇന്നലെ ആ കുട്ടിയുടെ ഫോട്ടോ അടക്കം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഈ നജില എന്ന് പറയുന്ന സ്ത്രീ ഒരു കിടപ്പ് രോഗിയായ നൂറ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ചാരിറ്റി ചെയ്ത കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഈ നജില ഇടപെടുന്ന ഏതൊരു കേസിലും ഒരു കിടപ്പ് രോഗിയായ ഒരു വ്യക്തിക്ക് പോലും നേരിടേണ്ടി വന്നത് എന്ന് പറയുന്നത് വളരെ വൾഗറായിട്ടുള്ള ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നജില ചെയ്ത വീഡിയോയിലൂടെ അറിഞ്ഞ നൂറ എന്ന കിടപ്പ് രോഗിയെപ്പോലും വെറുതെ വിടാത്ത നരാധമന്മാരുള്ള നാട്ടിലാണ് നമ്മളൊക്കെയും തന്നെ ജീവിക്കുന്നത്. അപ്പോൾ ഒരു 21 വയസ്സ് മാത്രം പ്രായമുള്ള റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന ഐഷ നേഹ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന നസീം മജീദിൻ്റെ ഒറിജിനൽ ഫോട്ടോ നിങ്ങളൊക്കെ പാപമെന്ന് വിചാരിക്കുന്ന നജില ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിലും ആ കുട്ടിയുടെ കമൻറ്റ് ബോക്സിലും കോഴികളായ വൃത്തികെട്ട നരാധമന്മാരുടെ അഴിഞ്ഞാട്ടമാണ് നടക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ സ്ത്രീയെക്കുറിച്ച് വിമർശനവുമായി രംഗത്ത് വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സ്ത്രീ ഒരു മാഫിയ പോലെ വളർന്നു കഴിഞ്ഞു എന്നുള്ള ഒരു കാര്യം. അതിനുശേഷം ഞാൻ ഇവരെ വിമർശിച്ച് കഴിഞ്ഞപ്പോൾ 40 വയസ്സുള്ള 6 കുട്ടികളുടെ ഉമ്മയായ എനിക്ക് പോലും താങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള പരാമർശങ്ങളുമായി സൂഫി സഫർ എന്ന വൃത്തികെട്ട യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായ വൃത്തികെട്ട മനസ്സിനുടമയായ സൂഫി സഫർ അവൻ്റെ സ്വന്തം ഐഡികളിലൂടെയും അവൻ്റെ ഫേക്ക് ഐഡികളിലൂടെയും എൻ്റെ ലൈവിലും അസൂറ ബീവി എന്ന് പറയുന്ന സ്ത്രീയുടെ ലൈവുകളിലും അഴിഞ്ഞാടിയത് നിങ്ങളൊക്കെയും തന്നെ കണ്ടിട്ടുണ്ടാകും. ഒരു പക്ഷേ ഞാനൊരു സ്ട്രോങ് ആയ സ്ത്രീ അല്ല എങ്കിൽ ഞാൻ എപ്പോഴേ വീണു പോവേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ പോലും പതറിപ്പോകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഈ സൂഫി സഫർ ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതേസമയം ഇപ്പോൾ 21 വയസ്സുള്ള ആ ഒരു പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിവാക്കിക്കൊണ്ട് ആ കുട്ടിയുടെ പിന്നാലെ ഒരുപാട് കോഴികളായിട്ടുള്ള ആളുകൾ ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഈ ഐഷ നേഹ എവിടെ നിന്നാണ് വന്നത്? ഞാൻ വീഡിയോകൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ പാവപ്പെട്ട ഉമ്മയുടെ കളവുകൾ കണ്ടെത്തിയ ഒരു പെൺകുട്ടിയായിരുന്നു ഐഷ നേഹ. വെറും 21 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്നിട്ടും അവൾക്ക് പോലും മനസ്സിലായി ഈ നജിലയുടെ കളവുകൾ എന്നുള്ളതാണ്. മല്ലിമുളകും എന്ന് പറയുന്ന ചാനലിലെ ലൈവുകളിൽ ഷമീഷാമും ഐഷ നേഹയുടെ ഒറിജിനൽ ഐ ഡി എന്താണ് നസീം മജീദ് എന്ന് പറയുന്ന ഐഡിയിലൂടെയും കാറ്റു എന്ന് പറയുന്ന ഐഡിയിലൂടെയുള്ള പെൺകുട്ടിയും വളരെയധികം ഇവരെ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ രംഗത്ത് വരുന്നതും എൻ്റെ കമൻറ്റ് ബോക്സുകളിൽ ഈ 3 പേരും പ്രത്യക്ഷപ്പെടുന്നതും. എന്നാൽ ഞാൻ നിരന്തരം സൈബർ അറ്റാക്ക് നേരിടുന്നത് കണ്ടുകൊണ്ട് പ്രതികരിക്കാനുള്ള മനസ്സിൻ്റെ വെമ്പൽ കാരണം ഈ പെൺകുട്ടി എന്നെ കോണ്ടാക്റ്റ് ചെയ്തു. ഈ ഒരു സമയത്ത് നജിലയെ വിമർശിക്കുന്നത് കൊണ്ട് തന്നെ അഷ്കർ വ്ളോഗ് എന്ന് പറയുന്ന ആൾ എന്നെ ശ്രദ്ധിച്ചു. അയാളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്യുകയും ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ വളരെ മാന്യനാണ് എന്ന് വിചാരിച്ച് വിശ്വസിച്ച ആ മാന്യൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടി കോണ്ടാക്റ്റ് ചെയ്തതും അവളൊരു ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതും അതിലൂടെ റിയാക്ഷൻ ചെയ്യണം എന്നുള്ളതും അവളുടെ ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ, അതായത് അസൂറ ബീവി, അഷ്കർ മലബാർ വ്ളോഗ് ഞാനും അടങ്ങുന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ പെൺകുട്ടിയെ ആഡ് ചെയ്യുകയും ഈ പെൺകുട്ടിയുടെ റിയൽ നെയിം മറച്ചു വെച്ചുകൊണ്ട് ഐഷ നേഹ എന്ന ഐഡിയിലൂടെ അവൾക്ക് റിയാക്ഷൻ വീഡിയോകൾ ചെയ്യാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ശരിക്കും അഷ്കർ വ്ളോഗ് ഒരു ചാനൽ തുടങ്ങി സഹായിച്ചത് എന്നെ ആയിരുന്നില്ല. ഞാനും അഷ്കർ മലബാർ കൂടി ചേർന്ന് ഈ നസീം മജീദ് എന്ന് പറയുന്ന ഐഷ നേഹയ്ക്ക് ഒരു ചാനൽ തുടങ്ങിക്കൊടുക്കുകയും അതിലൂടെ ആ പെൺകുട്ടിക്ക് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും
തമ്പനെയിൽ ഉണ്ടാക്കാൻ അഷ്കർ മലബാർ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഈ ഒരു ഗ്രൂപ്പിൽ ഇരുന്ന് ചർച്ച ചെയ്യുമ്പോൾ തന്നെ അഷ്കർ മലബാർ വ്ളോഗും അസൂറ ബീവിയും പറയുന്നുണ്ടായിരുന്നു, ഒരിക്കലും നിന്റെ ഐഡൻറ്റിറ്റി പുറത്ത് വരരുത്. ശരിയാണ്, ഒരു 21 വയസ്സുള്ള ഒരു പെൺകുട്ടി റിയാക്ഷൻ വീഡിയോകൾ ചെയ്യുന്ന ഒരു മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ആ കുട്ടിയുടെ തുടക്കകാലങ്ങൾ എന്ന് പറയുന്നത് വീണു പോയേക്കാവുന്ന ഒരു കാലങ്ങൾ തന്നെയാണ്. ഞാനും കരുതി അങ്ങനെ തന്നെ. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ അഷ്കർ മലബാർ വ്ളോഗ് എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി. അതായത് നെജിലയുടെ വീഡിയോകൾ ഇനി നീ ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു ആ നിർബന്ധം. എന്നാൽ എനിക്ക് ഒരാളും എന്നെ നിർബന്ധിക്കുന്നതോ ആ നിർബന്ധം പിന്നീട് ഭീഷണിയായി മാറി എന്നുള്ളതാണ്. എൻ്റെ പല വോയിസുകളും എടുത്തു വെച്ച് ഇതൊക്കെ തെളിവുകളാണ് എന്നുള്ള തരത്തിൽ സൗഹൃദമായി സംസാരിക്കുന്ന പല വോയിസുകളും എടുത്തു വെച്ചിട്ട് ഇതൊക്കെ തെളിവുകളാണ് എന്ന് പറയുമ്പോൾ ഒരു സൗഹൃദ കൂട്ടായ്മയായി ഞാൻ കണ്ടിരുന്ന ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എനിക്ക് വിലക്കുകൾ ഏർപ്പെടുത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ആ ഒരു ഗ്രൂപ്പ് എനിക്ക് സ്യൂട്ടല്ല. കാരണം ഞാൻ റിയാക്ഷൻ ചെയ്തുകൊണ്ടാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നതും എൻ്റെ ചാനൽ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടതെന്നുള്ളതും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കാര്യമാണ്. അപ്പോൾ ഇയാളെ പോലെ ഒരാൾ എന്നെ നിയന്ത്രിക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റായി. എന്നാൽ മറ്റൊരു ഗ്രൂപ്പ് വീണ്ടും ഞാൻ ഫോം ചെയ്യുകയും ഏറ്റവും നല്ല മുഖത്തോടുകൂടി അമ്മ എന്ന സ്ഥാനത്തോടുകൂടി ഞാൻ കണ്ടിരുന്ന ആ ഒരു സ്ത്രീ അസൂറ ബീവിയെയും ഐഷ നേഹയെയും ചേർത്തുകൊണ്ടാണ് ഞാൻ മറ്റൊരു ഗ്രൂപ്പ് ഫോം ചെയ്തത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഈ അസൂറ ബീവിയും എന്നോട് നിർബന്ധിക്കുകയാണ്, നെജിലയുടെ വീഡിയോകൾ നീ ഇനി ചെയ്യാൻ പാടില്ല. ഇവർ എന്ത് തരം ഭീഷണിയാണ് നേരിട്ടത് എന്നതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. ഈ അഷ്കർ മലബാറിനെയും അസൂറ ബീവിയെയും സൂഫി സഫർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ വോയിസുകൾ ഈ അഷ്കർ മലബാറും അസൂറ ബീവിയും എനിക്ക് തന്നിട്ടുമുണ്ടായിരുന്നു. വളരെയധികം ഭീഷണികൾ അവർ നേരിടുന്നു എന്ന രീതിയിലാണ് അവർ വോയിസുകൾ തന്നിട്ടെങ്കിലും എനിക്ക് ആ വോയിസുകൾ കേട്ടിട്ട് ഒരു ഭീഷണിയും ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും ഇവർ രണ്ടുപേരുടെയും നജിലയ്ക്കെതിരെ വീഡിയോ ചെയ്യരുത് എന്ന കാര്യത്തിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതല്ല. കാരണം അത്രയേറെ അപമാനിതയാകുന്ന രീതിയിലുള്ള കൊട്ടേഷനുകളാണ് ആ സ്ത്രീ കൊടുത്തിട്ടുള്ളത്. ആ സ്ത്രീയുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. ഈ നജില എന്ന് പറയുന്ന സ്ത്രീയുടെ നിലപാട് അങ്ങനെ തന്നെയാണ്. അതായത് ഇവരെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് കമൻറ്റുകൾ ഇടുന്ന കമൻറ്റുകൾക്ക് ഇവർ തിരിച്ച് ഭീഷണിയിലൂടെ തിരിച്ച് കമൻ്റ് ഇടുകയും ആ കമൻറ്റുകൾ ഇവർ ഒന്നാകെ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ സ്ത്രീക്കുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ സ്ത്രീയുടെ കളവുകൾ പൊളിച്ചുകൊണ്ട് ഞാൻ രംഗത്ത് വരുന്നതും എൻ്റെ പിന്നാലെ ഐഷ നേഹ എന്ന് പറയുന്ന പെൺകുട്ടി രംഗത്ത് വരുന്നത്. ഇപ്പോൾ ഈ നജിലയ്ക്കെതിരെ വീഡിയോ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അസൂറ ബീവിയും അഷ്കർ മലബാറുമായിട്ട് ഞാൻ തെറ്റിപ്പിരിഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്നാൽ അസൂറ ബീവിയും ഇതിൻ്റെ പിന്നിൽ ഉണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു എന്നുള്ള കാര്യമാണ്. ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഐഷ നേഹയ്ക്ക് ഒട്ടനേകം ഭീഷണികളാണ് ഉണ്ടായത്. ഭീഷണി ഈ അമ്മ എന്ന സ്ഥാനം നൽകിയിരുന്ന ഈ സ്ത്രീയിൽ നിന്ന് തന്നെയാണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവർ ഈ നജിലയെ പേടിക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ലെങ്കിൽ ഞാനും ഐഷ നേഹയും ഇവരുടെ കളവുകൾക്ക് മീതെ പറക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്രയധികം ഒരു സ്ത്രീയെ ബുദ്ധിമുട്ടിപ്പിക്കണമെങ്കിൽ അവരിൽ എന്തോ ഒരു കളവ് ഒളിഞ്ഞു കിടപ്പുണ്ട്. അവരുടെ കളവുകൾ എന്ത് തന്നെ ആയാലും അത് പുറത്ത് കൊണ്ടുവരും എന്നുള്ളത് എൻ്റെയും ഐഷ നേഹയുടെയും ഒരു തീരുമാനം തന്നെയാണ്. എന്നാൽ എൻ്റെ നമ്പർ ഇവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് 2 നമ്പറുണ്ട്. യഥാർത്ഥത്തിൽ പബ്ലിഷായ എൻ്റെ നമ്പരല്ല പബ്ലിക് ആക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സൂഫി സഫറിന് ഇവർ കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്ന നമ്പറാണ്. ഞാനൊരു തയ്യൽ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കസ്റ്റമേഴ്സിന് ഞാൻ എൻ്റെ നമ്പർ പബ്ലിഷ് ചെയ്ത ഒരു നമ്പറുണ്ട്. എന്നാൽ ഞാൻ പബ്ലിഷ് ചെയ്ത നമ്പരല്ല സൂഫി സഫറിന് കിട്ടിയിരിക്കുന്നത്. ഞാൻ അഷ്കർ മലബാറിനും അസൂറ വ്ളോഗിനും കൊടുത്തിട്ടുള്ള ഒരു പേഴ്സണൽ നമ്പറാണ്. എൻ്റെ ഭർത്താവിൻ്റെ നമ്പറാണ് സൂഫി സഫറിന് കിട്ടിയിരിക്കുന്നത്. അതുമാത്രം മതി ഈ ഒരു നമ്പർ ആരാണ് സൂഫി സഫറിന് കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ. എന്നാൽ അപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഐഷ നേഹയുടെ അവൾ അതുവരെ ഉപയോഗിച്ചിരുന്ന അവൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നിരുന്ന ആ ഒരു നമ്പർ കളയുകയും മറ്റൊരു നമ്പർ എടുക്കാൻ ഞാൻ നിർബന്ധിക്കുകയും ചെയ്തു. എന്നാൽ ഐഷ നേഹയുടെ നമ്പർ ഇവർക്ക് കൈപ്പറ്റാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്പറിലേക്ക് ഇവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവളുടെ ഐഡൻറ്റിറ്റി നെജിലയ്ക്ക് കൊടുത്തുകൊണ്ട്
വളരെ നന്മമരമായ അസ്കർ മലബാർ വ്ലോഗും അസൂറ ബീവിയും ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ ഓർത്തില്ല, വെറും 21 വയസ്സ് മാത്രമുള്ള ആ പെൺകുട്ടി ഇനി നേരിടേണ്ടി വരുന്നത് ഞാൻ മുമ്പ് നേരിട്ട അതേ അക്രമമാണെന്നുള്ളത്. എന്താണ് പറയുക? നിങ്ങൾക്കും ഇല്ലേ ഈ ഒരു പ്രായത്തിൽ ഒരു മകൾ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം നിങ്ങൾ എന്ത് തൗബ ചെയ്തിട്ട് എന്ത് കാര്യമാണ്? ഒരു പെൺകുട്ടിയെ സമൂഹത്തിലേക്ക് പിച്ചി ചീന്താൻ വേണ്ടിയിട്ട്, നരാധമന്മാർക്ക് പിച്ചി ചീന്താൻ വേണ്ടിയിട്ട് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ സംതൃപ്തി എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് സമൂഹത്തോടാണ് പറയാനുള്ളത്, എന്ത് തൻ്റെ ഇടത്തോടു കൂടിയാണ് ആ കുട്ടിയുടെ ഫോട്ടോ അടക്കം ഈ നജില വെളിവാക്കിയിരിക്കുന്നത്. ശരിക്കും ആ പെൺകുട്ടിയെ സമൂഹത്തിലേക്ക്, നരാധമന്മാരുടെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുക്കുകയാണ് ആ സ്ത്രീ ചെയ്തിരിക്കുന്നത്. നിങ്ങളൊക്കെയും പാപം എന്ന് കരുതിയ ആ വൃത്തികെട്ട മനസ്സിനുടമയായ നജില ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണത്. ഈ പറയുന്ന ഐഷ നേഹ എന്ന അക്കൗണ്ടിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റുകളുടെ താഴെ ചെന്ന് നിങ്ങൾ നോക്കുക. നജിലയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ലെവൽ 3 എന്ന് പറയുന്ന വൃത്തികെട്ടവൻ്റെ വായിലൂടെ വരുന്ന 21 വയസ്സുകാരിക്ക് ഇട്ടിരിക്കുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് പോയി നോക്കുക. എന്താണ് ഇനി ആ കുട്ടി ഈ നജിലയുടെ വീഡിയോകൾ ചെയ്യാതിരിക്കുന്നത് വരെ ഇവർ ഈ ആക്രമണം അഴിച്ചു വിടുമെന്നുള്ളതാണ്. എന്തായാലും ആ കുട്ടിയോട് അത് ഹൈഡ് ചെയ്യരുത് എന്നും പബ്ലിക് ആക്കണമെന്നുമാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നജിലയുടെ മുഖം നിങ്ങൾ അറിയണം. നജില എന്ന വ്യക്തിയുടെ മുഖം നിങ്ങൾ അറിയണം. അവളെക്കുറിച്ച് ആരെങ്കിലും വിമർശനം രേഖപ്പെടുത്തിയാൽ, അവളെക്കുറിച്ച് ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ അവരെ ഒന്നടങ്കം നശിപ്പിക്കാൻ പാകത്തിന് വളർന്നിരിക്കുന്നു ആ ഒരു വനിത. ആ ഒരു പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് കൈനീട്ടി സമൂഹത്തിൻ്റെ മുമ്പിൽ കളവുകൾ പറഞ്ഞുകൊണ്ട് എനിക്കാരുമില്ല എന്ന് കളവുകൾ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ മുന്നിൽ മറ്റുള്ളവൻ്റെ അധ്വാനത്തെ കട്ടെടുക്കാൻ വേണ്ടിയിട്ട് തടസ്സം നിൽക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ അവൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു കിടപ്പ് രോഗിയെ പോലും വെറുതെ വിടാത്ത നാട്ടിൽ ഒരു 21 വയസ്സുകാരിയായ സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിരിക്കുന്നു ഈ മഹതി. എന്തായാലും പൊന്നു മോളെ നജിലെ, നിന്റെ തമ്പുനയിൽ അടിപൊളിയായിട്ടുണ്ട്. ഉണ്ടാക്കി തന്ന ആളോട് ബെസ്റ്റ് വിഷസ് ഒന്ന് പറഞ്ഞേക്ക്.